നമ്മുടെയൊക്കെ ജീവിതം മനോഹരമാകണമെന്നും അടിപൊളിയാകണമെന്നും നമ്മളൊക്കെ ആഗ്രഹിക്കാറില്ലേ? അതിനുവേണ്ടി ഈ പറയുന്ന 4 പേരോട് നമുക്ക് ക്ഷമിച്ചാൽ മതി. അതാരൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ മാതാപിതാക്കൾ. നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചിരിക്കുന്നവരോ ആരും ആയിക്കോട്ടെ, അവർ നമുക്ക് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളായിരിക്കും. പക്ഷെ ചില അവസരങ്ങളിൽ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അതൊക്കെ മറന്ന് അവരോട് ക്ഷമിക്കാൻ പറ്റിയാൽ തന്നെ നമ്മുടെയൊക്കെ ജീവിതം ഒരുപാട് മനോഹരമാകും. രണ്ടാമത്തേത്, നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ഭാര്യയോ ഭർത്താവോ ഇവരാരെങ്കിലും ആയിക്കോട്ടെ, ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വഴക്ക് പിടിക്കുകയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവരോട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തേത്, നമ്മുടെ ബന്ധുക്കാരോ നാട്ടുകാരോ ഇവരൊക്കെ നമ്മളെ പല വിധത്തിൽ ദ്രോഹിക്കുകയോ ചതിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവരോടും നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണം. പിന്നെ ലാസ്റ്റ്, നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാനും സാധിക്കണം. എന്നാന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം പല തെറ്റുകളും നമ്മളോട് തന്നെ സ്വയം ചെയ്തിട്ടുണ്ടായിരിക്കും. കുറ്റബോധം കൊണ്ട് നമ്മൾ പലതും മറച്ചു വെച്ച് നമ്മൾ ചെയ്ത തെറ്റിനെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ സാധിക്കും. ഇനി അതുപോലൊരു തെറ്റ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാതിരുന്നാൽ മതി. അതുകൊണ്ട് ഈ 4 കൂട്ടരോട് നമ്മൾ സ്വയം ക്ഷമിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം അടിപൊളിയാകുന്നതായിരിക്കും.